സമൂഹത്തില് ഈ മന്ത്രോഗം ഉണ്ടാക്കുന്ന വിരകളുടെ പകർച്ചയ്ക്ക് സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ കൂടിയാണിത്. കാരണം ഇതില് ശാസ്ത്രീയമായിട്ട് ഡിസൈൻ ചെയ്തൊരു സർവേയാണ്. നമ്മുടെ ജില്ലയിലെ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് ഈ സർവേ നടന്നത്. കാരണം അത് 2019 നമ്മൾ ലാസ്റ്റ് സർവേ നടന്നതിന് ശേഷം 5 മുതൽ 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്ക് ഈ ഒരു സർവേ നടത്തേണ്ടത്. പക്ഷെ നമ്മൾ കോവിഡ് കാരണം കുറച്ച് കണ്ട് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഏകദേശം 6-7 വയസ്സായിട്ടുണ്ടാവും. ആ കുട്ടികൾക്ക് ഈ 2019 എല്ലാ ആൾക്കാർക്കും മന്ത്രരോഗത്തിനുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എല്ലാ ആൾക്കാരുടെ ശരീരത്തിലുള്ള വിരകൾ നശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികൾക്ക് പുതുതായിട്ട് മന്ത്രരോഗത്തിന്റെ വിരകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ലോജിക്കാണ് ഈ ഒരു സർവേയുടെ അടിസ്ഥാനം. ജില്ലയിൽ മന്ദരോഗത്തിന്റെ നിലവിലെ വ്യാപന തോത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുവാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് പരിപാടി നടത്തുന്നത്. മന്ദരോഗത്തിന് കാരണമാകുന്ന മൈക്രോഫൈലേറിയ വിരക്കെതിരെ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു ദിവസം തന്നെ ഗുളിക നൽകി വിരസാന്ദ്രത കുറച്ച് സമൂഹത്തിൽ രോഗസംക്രമണം തടയുന്നതിനുള്ള പരിപാടിയാണിത്. മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2019 വരെ ജില്ലയിൽ 5 റൌണ്ട് MDA നടന്നു. ജില്ലയിൽ ഇത് നടത്തിയതിന്റെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനായാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ജില്ലയിലെ തെരഞ്ഞെടുത്ത 1ാം ക്ലാസ് 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കിടയിൽ രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിക്കൊണ്ടാണ് ട്രാൻസ്മിഷൻ അസസ്മെന്റ് സർവേ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 10 പരിശോധനാ യൂണിറ്റുകളിലായി ഒരു യൂണിറ്റിൽ നിന്നും 30 സ്കൂളുകൾ എന്നുള്ള നിലയ്ക്ക് 300 സ്കൂളുകളിലായാണ് പരിപാടി നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ സി ഷുബിൻ, കെ പ്രദീപ്, KP സാദിഖലി, കെ രാജൻ, P ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.